നവരാത്രിയുടെ 6-ാം ദിവസം ഉപാസിച്ചു വരുന്ന ദേവീഭാവമാണ് കാർത്യായനി. പ്രാചീന ഭാരതത്തിൽ നിലകൊണ്ടിരുന്ന ദേവി ഉപാസനാ സമ്പ്രദായങ്ങളിൽ മുഖ്യമാണ് കാർത്യായൻ എന്ന ഋഷി ആരംഭിച്ച ഉപാസനാപദം. സ്കന്ദമാത എന്നത് സുബ്രഹ്മണ്യ സ്വാമിക്ക് ശേഷമുണ്ടായ ദേവി ഉപാസനാ സമ്പ്രദായമായതുപോലെ ഋഷി ആരംഭിച്ച സമ്പ്രദായമാണ്. 4 കൈകളുള്ള സിംഹാരൂഢയായ സൗമ്യസുന്ദര രൂപമാണ് കാർത്യായനി രൂപം. ഇടതു കൈകളിൽ വാളും താമരയും ധരിച്ച് മറ്റു 2 കൈകളിലും അഭയമുദ്രയാർന്ന രൂപമാണിത്. അധർമ്മങ്ങളെ എതിർക്കുന്ന പ്രാണോർജ ശക്തിയാണ് സിംഹം പ്രതിനിധാനം ചെയ്യുന്നത്. ഈ ഭാവത്തിന് പ്രേമവും കാരുണ്യവും വളരെ പ്രധാനമാണ്. കാതൻ എന്നൊരു മഹാമുനി ഭൂമിയിൽ ജീവിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ മകനായിരുന്നു കാർത്യൻ. എന്നാൽ ഒരു പുത്രി ഇല്ലാതിരുന്നതിനാൽ മുനിക്ക് ദേവി ദുർഗ തന്റെ പുത്രിയായി ജനിക്കണമെന്നൊരു ആഗ്രഹമുണ്ടായി. അതിനുവേണ്ടി അദ്ദേഹം മഹാതപം അനുഷ്ഠിച്ചു. ഒടുവിൽ കാർത്തിന്റെ പ്രാർത്ഥനയിൽ ദേവി അവതരിച്ചു. അങ്ങനെ കാർത്തിന്റെ മകളായി ദേവി കാർത്യായനി എന്ന നാമത്തിൽ ജന്മം കൊണ്ടു. കാർത്യായനി ഭാവത്തിലാണ് ശ്രീ പാർവതി ദേവി മഹിഷാസുരനെ വധിച്ചത്. ആ സമയം ദേവി ലക്ഷ്മി, ദേവി സരസ്വതിയും പാർവതിയും ലയിച്ചു ചേർന്നുവെന്നും 3 ദേവിമാരുടെയും ശക്തി ഒന്നായി മാറിയെന്നും പറയപ്പെടുന്നു. ആദിപരാശക്തിയായും മഹിഷാസുരമർദ്ദിനിയായും ദേവി മാറി. നവരാത്രിയിൽ പാർവതിയുടെ കാർത്യായനി ഭാവമാണ് 6-ാമത്തെ ദിവസം ആരാധിക്കുന്നത്. വിശുദ്ധിയിലേക്ക് പ്രയാണം ചെയ്യുന്നവൾ എന്നതാണ് കാർത്യായനിയുടെ അർത്ഥം. ചൊവ്വാദിശയുള്ളവർ, ചൊവ്വാദോഷമുള്ളവർ, ചൊവ്വയുടെ അപഹാരമുള്ളവർ ഇവരെല്ലാം ഈ ഹോമവും പൂജയും നിർവഹിക്കുന്നത് ദോഷങ്ങളെ ശമിപ്പിക്കുന്നതിന് ഉതകുമെന്നാണ് പൂർവികർ പറഞ്ഞു വയ്ക്കുന്നത്.